അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും നോമ്പൊക്കെ തുറന്നിരിക്കായിരിക്കും അല്ലേ? ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടി ഇന്ന് നോമ്പ് തുറക്കാൻ പോയി. ഒരു ഹോട്ടലിൽ നിന്നാണ് നോമ്പ് തുറന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ടേബിളിൽ തന്നെ ഒരു കാക്ക ഉണ്ടായിരുന്നു. ആ കാക്കനോട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു, സലാമൊക്കെ പറഞ്ഞു, അങ്ങനെ കോമൺ ആയിട്ട് സംസാരിച്ചു. പിന്നെ അയാളെ കാണുമ്പോൾ തന്നെ മുഖത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഒന്ന് വിശദമായിട്ട് സംസാരിച്ചു. അപ്പം അയാൾ പറയാണ്, മോനെ, എൻ്റെ മോളെ നിക്കാഹ് ഉറപ്പിച്ചു. 6 മാസം മുമ്പ് പറഞ്ഞു വെച്ചതാണ്. ഈ റമളാൻ കഴിഞ്ഞിട്ട് നടത്താൻ വേണ്ടി പറഞ്ഞു വെച്ചതായിരുന്നു. സംസാരം കേട്ടപ്പോഴും അയാളെ കണ്ടപ്പോഴും തന്നെ തോന്നി അയാൾ കുറച്ചൊരു സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ളൊരു വീട്ടിൽ നിന്നാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാലോ, കല്യാണം നടത്തുമ്പോൾ അയാൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടുകൾ പോലെ തന്നെ അയാൾക്കുണ്ടായിരുന്നു സ്ത്രീധനം. അയാൾ പറഞ്ഞു, എനിക്ക് 4 പെൺമക്കളാ, അതിൽ മൂത്തതിന് 24 വയസ്സ്, അതിൻ്റെ കല്യാണമാണിത്. ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാം സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം തന്നെ ഒഴിഞ്ഞു പോയി. ഇതും എന്നെ കൊണ്ട് നടത്താൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ആ സ്ത്രീധനം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. 5 ലക്ഷം ഉറുപ്പ്യയും 30 പവനാണ് അവർ ചോദിക്കണത്. അയാളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അയാൾക്ക് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല, കാരണം മോളെ ജീവിതമല്ല, ആരായാലും കൊടുത്തു പോകില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ മോള് വീട്ടിൽ പുറനിറഞ്ഞ് നിൽക്കല്ലുള്ളൂ. എന്തോ പഠിക്കാത്തത്, എന്തെല്ലാം രീതിയിലുള്ള എന്തെല്ലാം ക്ലാസ്സുകളുണ്ട് ഇവിടെ, എന്തെല്ലാം രീതിയിലുള്ള ബോധവൽക്കരണങ്ങളുണ്ട്. ഓരോ പരിപാടിയിൽ എല്ലാവരും പറയും സ്ത്രീധനം ഞങ്ങൾ വാങ്ങൂല, തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ. അങ്ങനെ എല്ലാവരും ചിന്തിക്കുകയാണെങ്കിൽ ഈ ഉപ്പക്ക് ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടോ? ആ കാണുമ്പോൾ തന്നെ അറിയാം, 800-1000 ദിർഹംസ് ശമ്പളമുള്ള ഒരു മനുഷ്യനാണ്. ഈ ഗൾഫിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആള് എങ്ങനെ 5 ലക്ഷവും 30 പവനും ഉണ്ടാക്കാനാ? ഒന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഇയാളിപ്പോൾ കെട്ടിച്ചു വിടുന്നത് കയ്യും കാലും ഇല്ലാത്തൊരു ചെക്കൻ്റെ അടുത്തേക്കല്ലല്ലോ ഇയാളെ മോളെ. ആ കെട്ടിച്ചു വിടുന്ന ആൾക്ക് പണിയെടുത്തിട്ട് ഈ പെണ്ണിനെ നോക്കാനുള്ള കഴിവുണ്ടാവില്ലേ? പിന്നെ എന്തിനാണ് നമുക്ക് ഈ പണിയെടുത്ത് നോക്കാനോ അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിലോ പിന്നെ എന്തിനാണ് നമ്മൾ കെട്ടണത്? എന്തിനാണ് നമ്മൾ കല്യാണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്? ആ പെണ്ണിൻ്റെ കണ്ണീനെ അറിയണം. പിന്നെ സ്ത്രീധനം കിട്ടിയ പൈസ കൊണ്ട് എന്ത് കച്ചവടം തുടങ്ങിയാലും അതിൽ എന്ത് ബർക്കത്തുണ്ടാവാനാണോ? ഒന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങൾക്ക് തന്നെ അറിയാലോ. എത്ര ഉറുപ്പ്യ ഈ സ്ത്രീധനം വാങ്ങി എത്ര വലിയ കച്ചവടം തുടങ്ങിയാലും ആ പൈസക്ക് ആ പെണ്ണിന്റെ ഉപ്പാന്റെ കണ്ണീരല്ലടോ ആ മണം ഉണ്ടാവും. ആ പൈസന്റെ മണം എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ ഉപ്പാന്റെ കണ്ണീരല്ലടോ. അതുകൊണ്ട് നീ എത്ര വലിയ കച്ചവടം ഉണ്ടാക്കി എത്ര വിജയിച്ചാൽ എന്ത് കാര്യമാണ് അതിലുള്ളത്? അതൊക്കെ ഒരു വലിയൊരു നേട്ടമായിട്ട് എനിക്ക് വാങ്ങിയ ആൾക്കാർക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് ഈ പ്രശ്നം കണ്ട അന്ന് മുതൽ ഞങ്ങൾ ആ നിമിഷം മുതൽ ഞങ്ങൾ 3 ആളും തീരുമാനിച്ചു, ഞങ്ങളുടെ ജീവിതത്തിൽ സ്ത്രീധനം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലെ എല്ലാവരും ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് ഈ പ്രശ്നം തുടച്ചു മാറ്റാൻ നമുക്ക് പറ്റൂലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾ വിലക്കെടുക്കണ്ട. നിങ്ങൾ ഇതൊന്ന് ആലോചിച്ചൊക്കെ, നിങ്ങളുടെ സ്വന്തം മോക്കാണ് ഈ അവസ്ഥ വരുന്നെങ്കിലോ? നാളെ നമ്മളൊരു ഉപ്പാവൂലേ, നമുക്കൊരു മോളുണ്ടാവില്ലേ? അപ്പൊ ഈ ഉപ്പാന്റെ അതേ അവസ്ഥയാണ് നമ്മൾക്കെങ്കിലോ? നമ്മൾ ഈ ഉപ്പാനെ പോലെ കഷ്ടപ്പെടുണ്ടാവില്ലേ നമ്മളെ മോളൊന്ന് കെട്ടിക്കാൻ? നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സ്ത്രീധനം വാങ്ങൂലെന്ന് നമ്മൾ ഉറപ്പിച്ചാൽ ഈ പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ തന്നെ തുടച്ചു മാറ്റാൻ പറ്റൂലേ? ഈ ശബ്ദരേഖ ഞാനൊരു തമാശക്കോ ടൈം പാസിനോ വേണ്ടി റെക്കോർഡ് ചെയ്തല്ല. ഞങ്ങൾ 3 ആൾക്കാരുടെ മനസ്സിൽ തോന്നിയ കാര്യം ഒന്ന് എല്ലാവരിലും അറിയിക്കാൻ വേണ്ടി ഒന്ന് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് അള്ളാഹ് എത്തിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.